കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ടീമിലെടുത്തിട്ടും പ്ലേയിംഗ് 11-ൽ അശ്വിനെ ഇറക്കാത്തതാണ് ഇന്ത്യയുടെ പരാജയത്തിന് കാരണമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ ഉണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അശ്വിൻ കാണിക്കുന്ന അപ്രമാദിത്യം തന്നെയാണ് അതിന് പ്രധാന കാരണം. ഈ കാഴ്ചപ്പാടിനെ ശരിവയ്ക്കുന്നതായിരുന്നു ബംഗ്ലാദേശിനെതിരായ ചെന്നൈയിലെ ഒന്നാം ടെസ്റ്റിൽ അശ്വിന്റെ പ്രകടനം. ആദ്യ ഇന്നിംഗ്സിൽ ടീമിനെ രക്ഷിച്ച ശതകവും രണ്ടാം ഇന്നിംഗ്സിലെ 6 വിക്കറ്റുമായുള്ള അശ്വിന്റെ നിർണായക പ്രകടനത്തിന്റെ കരുത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 280 റൺസിന്റെ ആധികാരിക ജയം. 515 റൺസ് വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ ബംഗ്ലാദേശ് നാലാം ദിനം 234 റൺസിന് ഓൾ ഔട്ടായി. 82 റൺസെടുത്ത ക്യാപ്റ്റൻ നജ്മുൽ ഹസൈൻ മാത്രമാണ് ബംഗ്ലാദേശിനായി പൊരുതിയത്. അശ്വിനെ കൂടാതെ രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് എടുത്തു. സ്കോർ ഇന്ത്യ 276, 287, 4. ബംഗ്ലാദേശ് 149, 234. മികച്ച ഓൾറൗണ്ട് മികവിലൂടെ അശ്വിൻ തന്നെയാണ് കളിയിലെ താരവും. അശ്വിനും ജഡേജയും നടത്തിയ ഓൾറൗണ്ട് മികവാണ് നേരത്തെയുള്ള വിജയം സാധ്യമാക്കിയത്. 4-ന് 158 എന്ന നിലയിൽ നാലാം ദിനം ക്രീസിലിറങ്ങിയ ബംഗ്ലാദേശിന് ഷാന്റോയും ഷാക്കിബും ചേർന്ന് നാലാം ദിനം തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയെങ്കിലും അശ്വിനും ജഡേജയും പന്തെടുത്തതോടെ ബംഗ്ലാദേശ് മുട്ടുമടക്കി. പൊരുതി നോക്കിയ ഷാഹിബ് അൽ ഹസനെ ഷോർട്ട് ലെഗിൽ യശസ്വി ജയ്സ്വാളിന്റെ കൈകളിലെത്തിച്ചാണ് അശ്വിൻ ബംഗ്ലാദേശിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ ലിറ്റൺ ദാസിനെ ജഡേജ പുറത്താക്കി. മെഹ്ദി ഹസൻ മിറാസിനെ പുറത്താക്കി. അശ്വിൻ 5 വിക്കറ്റ് തികച്ചതിന് പിന്നാലെ ടസ്കിൻ അഹമ്മദിനെ കൂടി പുറത്താക്കി വിക്കറ്റ് നേട്ടം 6 ആക്കി. ഹസൻ മെഹ്മൂദിനെ വീഴ്ത്തി ജഡേജ ബംഗ്ലാദേശ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. 21 ഓവറിൽ 88 റൺസ് വഴങ്ങിയാണ് അശ്വിന്റെ 6 വിക്കറ്റ് നേട്ടം. 15 ഓവറിൽ 58 റൺസ് വഴങ്ങി രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് എടുത്തു. ഒന്നാം ഇന്നിംഗ്സിൽ ടീം തകർച്ചയെ നേരിട്ടപ്പോൾ അശ്വിനും ജഡേജയും ബാറ്റ് കൊണ്ട് ടീമിനെ കരകയറ്റിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ അത് പന്തുകൊണ്ടാക്കി മാറ്റി. ആദ്യ ഇന്നിംഗ്സിൽ 144-ന് 6 എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ അശ്വിൻ രക്ഷിച്ചെടുത്തു. ഇരുവരും 7-ാം വിക്കറ്റിൽ 199 റൺസിന്റെ കൂട്ടുകെട്ട് ഉയർത്തി. ബുംറ ആദ്യ ഇന്നിംഗ്സിൽ 4-ഉം രണ്ടാം ഇന്നിംഗ്സിൽ 1-ഉം അടക്കം 5 വിക്കറ്റുകളാണ് ആകെ നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേടിയ ജഡേജയുടെ ആകെ നേട്ടവും 5-ആയി. അശ്വിൻ ഒന്നാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നേടാൻ സാധിച്ചിരുന്നില്ല. ശുഭ്മാൻ ഗില്ലിന്റെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചുറികളിലായിരുന്നു രണ്ടാം ഇന്നിംഗ്സിലെ ഇന്ത്യയുടെ കരുത്ത്. ഇതിനിടെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർക്ക് 2 ഇന്നിംഗ്സിലും മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ രവിചന്ദ്രൻ അശ്വിന്റെ സെഞ്ചുറിയുടെയും രവീന്ദ്ര ജഡേജയുടെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിൽ 376 റൺസ് ഉയർത്തിയിരുന്നു ഇന്ത്യ. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിനെ 149 റൺസെടുക്കാനേ ആയുള്ളൂ. 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും 2 വീതം വിക്കറ്റുകൾ നേടിയ മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, രവീന്ദ്ര ജഡേജ എന്നിവരുമാണ് ബംഗ്ലാദേശിനെ എറിഞ്ഞിട്ടത്.